ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് സംസാരിക്കുന്ന ആളുകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ചിലരെങ്കിലും ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹമുള്ള ആളുകളാണ്. അതുപോലെ തന്നെ പലരും ഒരുപാട് സംസാരിക്കുന്ന ആളുകളെ കേട്ടിരിക്കാൻ ആഗ്രഹമുള്ള ആളുകളാണ്. പക്ഷെ നമ്മളിൽ പലർക്കുമുള്ളൊരു ഡൗട്ടാണ്, ഇത്തരത്തിൽ ഒരാൾ ഒരുപാട് സംസാരിക്കുന്നത് അത് മോശമായിട്ടുള്ള ഒരു കാര്യമാണോ അല്ലെങ്കിൽ നല്ലൊരു കാര്യമാണോ? ഇവരിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ആ ഒരു കാരണം എന്താണ്? അല്ലെങ്കിൽ ഇവർക്ക് ഒരുപാട് സംസാരശേഷി ഉള്ള വ്യക്തിയാണോ? അതുകൊണ്ടായിരിക്കുമോ? ശരിക്കും ഒരു വ്യക്തി നല്ല രീതിയിൽ ഇത്തരത്തിൽ അധികമായിട്ട് സംസാരിക്കുന്നതാണോ നല്ലത്, അതെയോ മിണ്ടാതിരിക്കുന്നതാണോ നല്ലത്? ഇത്തരത്തിൽ വാചാലപ്രിയനായ ഒരാൾ കൂടുതൽ ആകർഷകത്വമുള്ള ഒരാളായി മാറുമോ? അങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതിനൊക്കെയുള്ള ഒരു ആൻസറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ ഇത്തരത്തിൽ വാചാലരായ ആളുകളെ അറിയാമായിരിക്കണം. ഇത്തരത്തിൽ വാചാലരായ ആളുകൾക്ക് പലപ്പോഴും എളുപ്പത്തിൽ ഒത്തുചേരാനും സുഹൃത്തുക്കളെ ഉണ്ടാക്കുവാനും കഴിയുമെന്നത് രഹസ്യമായിട്ടുള്ളൊരു കാര്യമല്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒരു പാർട്ടിക്ക് പോവുകയാണെങ്കിൽ ആ ഒരു പാർട്ടിയുടെ ജീവൻ അവരായിരിക്കും. എപ്പോഴും എന്തെങ്കിലും അവർക്ക് പറയാനുണ്ടാകും. വാചാലരായ ആളുകളെ കൂടുതൽ ആകർഷകത്വമുള്ളവരായിട്ടും അതുപോലെ തന്നെ ബുദ്ധിമാന്മാരായിട്ടുമായിരിക്കും കൂടുതൽ ആളുകളും കാണുന്നതും. അത്തരത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാനും അവർക്ക് കഴിയും. പക്ഷെ ശരിക്കും വാചാലനാകുന്നത് നല്ലതാണോ? സംസാരിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ധാരാളം സംശയങ്ങളുണ്ട്. അതിനെല്ലാമുള്ള ഉത്തരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. ഇത്തരത്തിൽ സംസാരപ്രിയരായ ആളുകളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. ശരിക്കും എന്താണ് സംസാരശേഷിയുള്ള ഒരു വ്യക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇത്തരത്തിൽ വാചാലനായ വ്യക്തി എന്ന് നമ്മളെല്ലാവരും പറയുന്നത്. അവരാണ് പലപ്പോഴും ഒരു പാർട്ടിയുടെ ജീവൻ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ജീവൻ എന്നൊക്കെ പറയാം. മണിക്കൂറുകളോളം തുടർച്ചയായി സംസാരിക്കാൻ കഴിയുന്നവരും അവരാണ്. വാചാലരായ ആളുകളെ സംസാരപ്രിയർ അല്ലെങ്കിൽ ചാറ്റർ ബോക്സുകൾ എന്നും വിളിക്കാറുണ്ട്. ചിലർ വാചാലരായ ആളുകളെ അരോചകമായിട്ട് കാണുമ്പോൾ വാചാലരാകുന്നതിന് യഥാർത്ഥത്തിൽ നിരവധി ഗുണങ്ങളുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇത്തരം സാഹചര്യത്തിലാണ് സംസാരത്തിൻ്റെ ശക്തി എന്താണ് എന്നതിൻ്റെ പ്രസക്തി. സംസാരത്തിൻ്റെ ശക്തിയെ പലപ്പോഴും പലരും കുറച്ച് കാണാറുണ്ട്. സംസാരത്തിലൂടെയോ എഴുത്തിലൂടെയോ ശരീരഭാഷയിലൂടെയോ പോലും മറ്റുള്ളവരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ വിവരങ്ങളും ആശയങ്ങളും കൈമാറുകയാണ് ചെയ്യുന്നത്. ഈ വിവര കൈമാറ്റം അവിശ്വസനീയമാം വിധം ശക്തമാവുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുമായി ബന്ധപ്പെടാനും പുതിയ ആശയങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതി പോലും മാറ്റാനും ഇത് നമ്മെ സഹായിക്കും. ശരിക്കും സംസാരശേഷി ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്തുകൊണ്ടാണ്? ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ആശയവിനിമയം. ആശയവിനിമയം എന്നത് നമ്മൾ മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നതും ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതുമാണ്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും പങ്കുവെക്കുന്നതും ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതും അങ്ങനെയാണ്. സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആശയവിനിമയത്തിൽ മികച്ചവരാണ്. കാരണം അവർക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. സംസാരപ്രിയരാകുന്നതിന് അതിൻ്റേതായ ഗുണങ്ങളുമുണ്ട്. ഉദാഹരണത്തിന്, സംസാരപ്രിയരായ ആളുകളെ പലപ്പോഴും കൂടുതൽ ആകർഷകരും ബുദ്ധിമാന്മാരുമായിട്ടാണ് കാണുന്നത്. അവർക്ക് പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും സാമൂഹിക സാഹചര്യങ്ങളിൽ വിജയിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ നിങ്ങൾ കൂടുതൽ ആകർഷകത്വമുള്ളവർ അല്ലെങ്കിൽ ബുദ്ധിമാനാവാൻ വിജയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ സംസാരപ്രിയരാകുക എന്നത് ഉചിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നിങ്ങൾ ശരിക്കും ഇത്തരത്തിൽ സംസാരപ്രിയനായ ഒരാളാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം. നിങ്ങൾ സംസാരിക്കുന്ന ആളാണോ എന്ന് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമാണോ? സാമൂഹിക സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സംസാരിക്കുന്ന ആളാണോ നിങ്ങൾ അമിതമായി സംസാരിക്കുന്നുവെന്ന് ആളുകൾ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ടോ? ഈ ചോദ്യങ്ങൾ ഏതെങ്കിലും ഒന്നിന് നിങ്ങൾക്ക് അതേ എന്ന് ഉത്തരം ഉണ്ട് എങ്കിൽ നിങ്ങൾ മിക്കവാറും സംസാരിക്കുന്ന ഒരാളായിരിക്കാനാണ് സാധ്യത. നിങ്ങൾ സംസാരപ്രിയനാവാനാണ് സാധ്യത. ശരിക്കും ഈ സംസാരശേഷിയുള്ള ആളുകളുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് നമുക്ക് എന്തറിയാം? ഇനി നമുക്ക് വാചാലരാകുന്നത് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇതിൻ്റെ ചില ഗുണങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ വാചാലരായ ആളുകളെ പലപ്പോഴും കൂടുതൽ ആകർഷകരും ബുദ്ധിമാന്മാരുമായി കാണുന്നു. പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും സാമൂഹിക സാഹചര്യങ്ങളിൽ വിജയിക്കാനും അവർക്ക് കൂടുതൽ സാധ്യതകളുണ്ട്.
എന്നാൽ അത്രയല്ല വാചാലരായ ആളുകൾക്ക് മറ്റു ചില ഗുണങ്ങൾ കൂടിയുണ്ട്. മറ്റുള്ള ആളുകളെയും അവരുടെ സംസ്കാരങ്ങളെയും കുറിച്ച് പഠിക്കൽ, അത്തരത്തിലുള്ള ഒരു ഗുണം ഇവർക്കുണ്ട്. ഇവർ കൂടുതലായി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും അത്തരം സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാനും ഇവർക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം സംസ്കാരം മറ്റുള്ളവരുമായി പങ്കിടാനായിട്ടും ഇവർക്ക് സാധിക്കുന്നു. ഇത്തരത്തിൽ സംസാരപ്രിയരായ ആളുകൾക്ക് ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനായിട്ട് കൂടുതലായിട്ട് കഴിയുമെന്നാണ് സൈക്കോളജി പറയുന്നത്. അതുപോലെ പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കാനും ഈസി ആയിട്ട് സാധിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഈസി ആയിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ അതിനുള്ള സാഹചര്യങ്ങളും ഇവരായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു. അതുപോലെ സാമൂഹിക സാഹചര്യങ്ങളിൽ ഇവർ കൂടുതൽ വിജയിച്ചു വരുന്നതായിട്ടും കാണാൻ കഴിയുന്നു. നിങ്ങൾക്ക് കാണാനാവുന്നതുപോലെ തന്നെ സംസാരശേഷിയുള്ള ആളായിരിക്കുന്നതിന് നിരവധി ഗുണങ്ങളുണ്ട്. കൂടുതൽ ആകർഷകവും ബുദ്ധിമാനും വിജയകരവുമാകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉടനെ തന്നെ നിങ്ങളും സംസാരിച്ചു തുടങ്ങൂ. ആർക്കറിയാം നിങ്ങൾക്കത് ആസ്വദിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നത്. ഇനി നമ്മൾക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെ കൂടുതലും വാചാലരാക്കുന്നത് എന്താണ് എന്നതാണ്. ഒരിക്കലും ഒരാൾക്ക് ചുമ്മാ നാച്ചുറലായിട്ട് അങ്ങനെ സംസാരിക്കാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത്തരത്തിൽ സംസാരിക്കുന്നവരെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇവരെങ്ങനെയാണ് ഇത്രയ്ക്ക് സംസാരിക്കുന്നത് എന്നത്. ഒരാളെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ സംസാരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരാളെ കൂടുതൽ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന മറ്റു ഘടകങ്ങളാണ് മറ്റു കാര്യങ്ങളിൽ ബഹിർമുഖനാകുക, അല്ലെങ്കിൽ ധാരാളം ഊർജ്ജസ്വലത ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ എന്തിനോടെങ്കിലും അഭിനിവേശം പുലർത്തുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഒരു സംഭാഷണം എങ്ങനെ ആരംഭിക്കണം, അല്ലെങ്കിൽ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുപോലും അറിയാൻ പ്രയാസമായിരിക്കും പലർക്കും. പരിചയമില്ലാത്ത ഒരാളോട് സംസാരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ മിക്ക ആളുകൾക്കും അസ്വസ്ഥതയുണ്ടാകും, അല്ലെങ്കിൽ അവർ അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കും. ഇത് അസഹ്യമായ നിശബ്ദതയിലേക്കും മൊത്തത്തിലുള്ള ഒരു അസ്വസ്ഥതയിലേക്കും നയിച്ചേക്കാം. കൂടുതൽ സംസാരിക്കാൻ കഴിവുള്ളവരാകാനുള്ള ഏറ്റവും നല്ല മാർഗം അതെന്താണെന്ന് നമ്മൾ പരിശീലിക്കുക തന്നെ ചെയ്യണം. നിങ്ങൾക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ആളുകളോട് സംസാരിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. തുടർന്ന് ഇത് നിങ്ങൾക്ക് അപരിചിതരുമായി ഇടപഴകുന്നതിന് യൂസ് ആവുകയും അല്ലെങ്കിൽ അത്തരത്തിൽ ഇടപഴകാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. കാലക്രമേണ ഇത് എളുപ്പമാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും. കൂടാതെ സംസാരപ്രിയരായിരിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത്തരത്തിൽ വാചാലനായിരിക്കുന്നതാണോ അതോ മിണ്ടാതിരിക്കുന്നതാണോ നല്ലത്. നമ്മളിൽ പലരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. അതുപോലെ തന്നെ നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരിക്കും ഇത്തരമൊരു ക്വസ്റ്റ്യൻ. ഇതിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യം ശരിക്കും അതിൻ്റെ സാഹചര്യത്തെയും അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരു കാര്യത്തെയും ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്. സാമൂഹ്യ സാഹചര്യങ്ങളിൽ കൂടുതലും വിജയം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സംസാരിക്കുന്ന സ്വഭാവം ആരംഭിക്കുന്നത് ഒരു മികച്ച കാര്യം തന്നെയാണ്. എന്നിരുന്നാലും നിങ്ങൾ കൂടുതൽ ആത്മപരിശോധന നടത്തുകയോ യുക്തിപൂർവ്വം ചിന്തിക്കുകയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിശബ്ദത പാലിക്കുന്നതും നല്ലതാണ്. ഇത്തരത്തിൽ വാചാലപ്രിയരായ ആളുകളുടെ ഇടയിൽ കാണുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്, ഇതിൽ ചില ആളുകൾ, വാചാലരായ ആളുകൾ വളരെയധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. അതേസമയം തന്നെ ഇത്തരത്തിൽ വാചാലരായ ആളുകൾ തങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. വാചാലരായ ആളുകൾ മറ്റുള്ളവരിൽ താല്പര്യമുള്ളവരായിരിക്കും. അതേസമയം അവർ സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിക്കുന്നു. അതിനാലും നിങ്ങൾ കൂടുതലും വാചാലപ്രിയരാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിലും അവരുടെ ജീവിതത്തിൽ താല്പര്യമുള്ളവരായിരിക്കുന്നതിലും അവരെ കേൾക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ സംസാരപ്രിയരായ ആളുകളിൽ ചിലരെങ്കിലും സ്വാർത്ഥരും അത്തരത്തിൽ സ്വന്തം കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നവരുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവർ അധികം സംസാരിക്കുന്നവരായിരിക്കും, പക്ഷെ മറ്റുള്ളവരെ ശ്രദ്ധിക്കാതിരിക്കുന്നവർ കൂടിയായിരിക്കും. എന്തൊക്കെ തന്നെ ആയാലും സംസാരപ്രിയരായ ആളുകൾ എപ്പോഴും സൗഹൃദപരമായ ഒരു സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ തുറന്ന മനസ്സുള്ളവരായിട്ടും നമുക്ക് അവരെ കാണാൻ കഴിയും. അവർ എവിടെയുണ്ടെങ്കിലും അവിടെ ഒരു വൈബ് ഉണ്ടായിരിക്കും. എപ്പോഴും രസകരമായ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാകും. അതിനാൽ അത് യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ എല്ലാവരിലേക്കും ഒരുപാട് അടുപ്പിക്കുകയും അവർക്കൊരു പ്രത്യേക ആകർഷകത്വം കൊണ്ടുവരികയും ചെയ്യുന്നു. എന്നാൽ ഇത്തരത്തിൽ ഒരുപാട് സംസാരിക്കുന്നതിന് കാരണമാകുന്ന ചില രോഗങ്ങളുമുണ്ട്. നിർബന്ധിത സംസാരം ലൊഗോറിയ എന്നറിയപ്പെടുന്ന ഒരു രോഗമാണ്. ബൈപോളർ ഡിസോർഡർ, സ്കീസോഫ്രീനിയ, ADHD, ചില വ്യക്തിത്വ വൈകല്യങ്ങൾ എന്നിവയും ഒരാളെ അമിതമായി സംസാരിക്കാനായിട്ട് പ്രേരിപ്പിക്കും. സംസാരിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു മാനസികാരോഗ്യ വിദഗ്ധനുമായി സംസാരിക്കേണ്ടത് അത്യുത്തമമാണ്. ഇനി നമ്മൾ നോക്കുന്നത് ശരിക്കും സംസാരപ്രിയനായ ഒരാളോട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നതാണ്.
വാചാലനായ ഒരാളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ആദ്യം അയാളുടെ ഒരു മികച്ച ശ്രോതാവാകാനായിട്ട് ശ്രമിക്കുക. അതായത് ആ വ്യക്തി പറയുന്നത് ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറുപടി പറയാൻ ഭയപ്പെടരുത്. വാചാലരായ ആളുകൾ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതിനാൽ അവർ നിങ്ങളുമായി സംസാരിക്കുമ്പോൾ അവർ അധികം സന്തോഷിക്കും. ഒടുവിൽ നിങ്ങൾക്ക് അമിത ഭാരം തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ക്ഷമിക്കുന്നതിൽ തെറ്റില്ല. മാന്യമായിട്ട് പെരുമാറുക. നിങ്ങൾ പോകേണ്ടതുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരക്കുണ്ടെന്നോ എത്തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആ കോൺവെർസേഷൻ അവസാനിപ്പിക്കാവുന്നതാണ്. അത്തരത്തിൽ ആ വ്യക്തിയെ അറിയിക്കാവുന്നതാണ്. അതിനു പകരം നീ ഒരുപാട് സംസാരിക്കുന്നു, നീ ഇങ്ങനെ ആയിരുന്നോ കുഞ്ഞിലെ മുതൽ, അത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം മാക്സിമം ഒഴിവാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുപോലെ എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ്, ഇത്തരത്തിൽ സംസാരിക്കുന്നത് മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ, ഇത് ആകർഷകത്വമുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെയാണോ എന്നുള്ളത്. ഇതിനും ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ്. ചില സന്ദർഭങ്ങളിൽ സംസാരിക്കുന്ന ആളുകളെ കൂടുതൽ ആകർഷകമായിട്ട് കാണാൻ കഴിയും. കാരണം അവർ തുറന്ന മനസ്സുള്ളവരും ആത്മവിശ്വാസമുള്ളവരുമാണ്. എന്നിരുന്നാലും മറ്റു സന്ദർഭങ്ങളിൽ സംസാരിക്കുന്ന ആളുകളെ ശല്യപ്പെടുത്തുന്നവരും അതിക്രമിച്ചു കയറുന്നവരുമായിട്ടാണ് പലരും കാണുന്നത്. അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ഓരോ വ്യക്തിയെയും സാഹചര്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ചില മാതാപിതാക്കൾ ചോദിക്കുന്ന ചോദ്യമാണ്, സംസാരപ്രിയരായ കുട്ടികൾ അവർ ബുദ്ധിമാന്മാരായിരിക്കുമോ, അതെയോ അവർ ഒരുപാട് വികൃതികളായതുകൊണ്ടാണോ അവർ ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്നെല്ലാം. ഈ ചോദ്യത്തിനും കൃത്യമായ ഉത്തരമില്ല. കാരണം ചിലർ വിശ്വസിക്കുന്നത് വാചാലരായ കുട്ടികൾക്ക് ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ കഴിയുന്നതിനാലാണ് അവർ കൂടുതൽ ബുദ്ധിമാന്മാരാകുന്നത് എന്നാണ്. എന്നിരുന്നാലും മറ്റു ചിലർ വിശ്വസിക്കുന്നത് വാചാലരായ കുട്ടികൾ തുറന്ന മനസ്സുള്ളവരാണെന്നും അവരത്രയ്ക്ക് ബുദ്ധിമാനല്ലെന്നും. അതിനാൽ ഇത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ശരിക്കും ഒരു വ്യക്തിക്കോ ഒരു കുട്ടിക്കോ അവരുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത് അവരുടെ ചുറ്റിനുമുള്ള സാഹചര്യങ്ങൾ അനുസരിച്ചായിരിക്കും. നിങ്ങളുമായി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ബന്ധം ഒരു കുട്ടിക്ക് നിങ്ങളോടുണ്ടെങ്കിൽ അവർ തീർച്ചയായും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. നല്ല രീതിയിൽ സംസാരിക്കാനും ഇടപഴകാനും എല്ലാം അവർ പഠിക്കും. അവരെല്ലാം നമ്മളിൽ നിന്നാണ് കണ്ടുപഠിക്കുന്നത്. എന്നാൽ അവരോട് നല്ല രീതിയിൽ സംസാരിക്കുകയോ അവരുടെ അടുത്തിരുന്ന് കേൾക്കുകയോ ചെയ്യാത്ത ആളുകളാണ് അവർക്ക് ചുറ്റുമെങ്കിൽ അവർ ഒരുപാട് സംസാരിക്കാൻ സാധ്യതയില്ല. അവർ ആ ഒരു രീതിയിൽ തന്നെയാണ് വളർന്നു വരുവാനുള്ള സാഹചര്യവും സാധ്യതകളും. ശരിക്കും ഒരാൾ സംസാരപ്രിയനായിരിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംസാരപ്രിയനായിട്ടുള്ള ഒരാളായിരിക്കുന്നതിന് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള വശങ്ങളുണ്ട്. അത് ആ വ്യക്തിയെയും സാഹചര്യത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സാമൂഹിക സാഹചര്യങ്ങളിൽ കൂടുതൽ വിജയം നേടിയെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ സംസാരശേഷിയുള്ള ആളായിരിക്കുക എന്നത് ഒരു മികച്ച കാര്യം തന്നെയാണ്. എന്നിരുന്നാലും നിങ്ങൾ കൂടുതൽ ആത്മപരിശോധന നടത്തുകയോ ചിന്താശേഷിയുള്ള ആളായിരിക്കുകയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുറേയൊക്കെ നിങ്ങൾക്ക് നിശബ്ദത പാലിക്കാവുന്നതുമാണ്. സംസാരപ്രിയരായ ആളുകൾ കൂടുതൽ സഹാനുഭൂതിയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് കയറി ചെല്ലാനും ഇടപഴകാനും കഴിയുന്നവരായിരിക്കും. ഇത്തരത്തിലുള്ള ആളുകൾ കൂടുതലായും മറ്റുള്ളവർ ആത്മാർത്ഥമായിട്ടുള്ളൊരു താല്പര്യമായിരിക്കും കാണിക്കുന്നതും അവരോട് ഇടപഴകുന്നതും ചോദ്യങ്ങൾ ചോദിക്കുകയും സംഭാഷണത്തിൽ ഏർപ്പെടുകയും എല്ലാം ചെയ്യുന്നത്. ഇത് ഇവരുടെ ബന്ധങ്ങളിൽ ആ ഊഷ്മളത കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇവർ വളരെയധികം ആത്മവിശ്വാസമുള്ള ആളുകളായിരിക്കും. സംസാരപ്രിയരായിരിക്കുക എന്നത് ആത്മവിശ്വാസത്തിൻ്റെ അടയാളമായിട്ടാണ് സൈക്കോളജി പറയുന്നത്. ഇത് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുകയും സാമൂഹിക ഇടപെടലുകളിൽ ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുവാനും ഇവരെ സഹായിക്കും. നിങ്ങൾക്ക് ചുറ്റും സംസാരപ്രിയരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം സംസാരിക്കുന്ന ഒരാളാണ്, നിങ്ങളതൊരു തെറ്റായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളതിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആകുമെന്ന് കരുതുന്നു. താങ്ക്